ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെ നിങ്ങളെ റമളാന്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് അൽഹംദുലില്ലാ. അതെ, അൽഹംദുലില്ലാ ഞങ്ങൾക്ക് എല്ലാം സുഖമാണ്. നിങ്ങളെ വിശേഷങ്ങളൊക്കെ അറിയിക്കും കമന്റിലൂടെ. പിന്നെ ഇന്ന് നോമ്പ് എത്രയാണ്? പെട്ടെന്ന് മറന്നു വേണ്ട. 15 നോമ്പ്. ഗൾഫിലൊക്കെ 16 നോമ്പായിട്ടുണ്ട്. നമുക്ക് അൽഹംദുലില്ലാ ഇന്ന് 15ാമത്തെ നോമ്പാണ്. അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ നല്ല തണലാണ് ഇവിടെ. നമ്മുടെ ഈ ചെറിയ പച്ചപ്പ് മരങ്ങളൊക്കെ ഉള്ള ഭാഗമാണ്, സപ്പോർട്ടിന്റെ മരമൊക്കെ ഉള്ള ഭാഗങ്ങളാണ്. ഔത്തല്ല ചൂടാണ്, പക്ഷെ പുറത്ത് ഇവിടെ നല്ല തണുപ്പാണ്. ഇവിടെ ഇങ്ങനെ നല്ല സുഖമാണ് വന്നിക്കണം. ഇന്നേരം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങലില്ല, ഫുൾ ഔത്തന്നെ എണിക്കാൻ. ഇന്നിപ്പോ എന്ത് നമ്മൾ പുറത്തേക്ക് ചാടിയതാണ്. കുട്ടികളൊക്കെ ഇന്ന് ഞായറാഴ്ച ആയിട്ടേ ഭയങ്കര കളിയാണ്. അപ്പൊ അവര് കളി കണ്ടുകാണ്ട് ഇങ്ങനെ ഓരോ കളി ഭയങ്കര ഭയങ്കര രസമുണ്ട് കാണാൻ. രസമുണ്ട്. കണ്ടപ്പോ ഇങ്ങനെ ഇറങ്ങാതിരിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ അങ്ങോട്ട് വന്നാണ് ഓരോന്നിങ്ങനെ ചോദിക്കുമ്പോഴേ അപ്പൊ എന്താ വെച്ചിട്ട് പോയി നോക്കിയതാണ്. അപ്പൊ ഫുള്ള് 2-3 കൂടി ഭയങ്കര കളിയാണ്. അപ്പൊ ഇങ്ങനെ പുറത്തേക്ക് ഭയങ്കര രസം. നമ്മൾ ചെറുപ്പത്തില് പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഈ ചോറും ചോറൊക്കെ വെച്ച് കളിച്ചിരുന്നില്ലേ, ആ കളിയുണ്ടായി. പൊന്നും കൂടി നല്ല കളിയാണ്. ഞങ്ങളെ സപ്പോർട്ടിന്റെ മരം ഇട്ടത് ഈ കാണുന്നത്. ഇപ്പൊ കാണാത്തവർക്ക് പുതിയതായി വന്നവർക്കൊക്കെ ഞങ്ങളെ മിറ്റും ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ശേഷം ഒരുപാട് പുതിയ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. കാണാനും കൂടിയാണ് ഞങ്ങളെ മുറ്റും ഞങ്ങളെ ഭാഗങ്ങളൊക്കെ കുറച്ച് കാണിച്ചു തരാം. റമളാൻ മാസമായിട്ട് ഇവിടെ ഒരു തട്ടുകട തുടങ്ങിയിരിക്കുന്നത് ന്യൂസ് ആയിട്ട് ഒന്ന് പോയാക്കട്ടെ. എവിടെയാണ് ഇവിടെ ഒരു തട്ടുകട തുടങ്ങിയിരിക്കുന്നത്? റമളാൻ മാസം ഇതാണ്. അടച്ച തമ്പുരാനെ, റമളാൻ മാസം എന്നുള്ള ഒരു ഓർമ്മ ഇങ്ങക്ക് ഉണ്ടാക്കില്ലേ? ചോദിച്ചാ അതല്ല ഇത്രയും കേട്ടറിങ്ങ അതെ, അത് കാണിച്ചാ പണിയാവും. പിന്നെ അതല്ല, ഈ പട്ടാപകരി നോമ്പ് കാലത്ത് ഇങ്ങനെ തുടങ്ങാൻ പാടണ്ട. പിന്നെ എന്താ നിങ്ങൾ തുടങ്ങിക്കണ ഇങ്ങനെ? അത് നോമ്പ് ഇറക്കുമ്പോ റെഡിയാക്ക അത്താഴത്തിനുള്ള എന്നാ പിന്നെ തിരക്കിടില്ല കേട്ടാ. ഇത് 2 ഐറ്റം ഫുഡ് ഉണ്ടാക്കിട്ടില്ലേ? ഇതിലെന്താ? മന്തി. മന്തിക്ക് നല്ല ഗാർണിഷ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. പൊറാട്ട ഇവിടെ ചൂടല്ല. അതെ, ചുട്ടത് വാങ്ങാ. ഏതായാലും നന്നായി ഉഷാറായി നടക്കട്ടെട്ടാ. പക്ഷെ റമളാൻ മാസം ഓർമ്മ കേട്ടാ കുഞ്ഞോ. സുബീക്കല്ലേ അത്താഴത്തിനുള്ളല്ലോ ഇത് ഉണ്ടാക്കണേ. എന്നാ കുഴപ്പമില്ല. അപ്പൊ ഇതിന്റെ ചെടികൾ ഇതാ ഞാൻ മുമ്പത്തിൽ കാണിച്ചതാണ്. ഇതൊക്കെ ഞാൻ നോക്കാതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതായിട്ട് പോയതാട്ടാ. നല്ല അടിപൊളിയാണ് മുറ്റൊക്കെ കാണാൻ. പിന്നെ ഞങ്ങളെ ചാമ്പക്കയാണിത്. കൊല്ലായിട്ട് നോമ്പ് കഴിയുമ്പോക്കിനായാൽ മതിയെന്ന്. നോമ്പിനായതോടെ നമുക്ക് പകല് തിന്നാൻ പറ്റൂല, ഇഷ്ടം പോലെ ഉണ്ട്. കൊലായിട്ട് കഴിച്ചിക്കണ്. പിന്നെ ഇവിടെ വേറൊരു സാധനം പിന്നെതാ മുള്ളൻചക്ക. അതിന്റെ വലിപ്പം കണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം. ബുക്കൂട്ട വീണാ പൊട്ടും. അത് പൊത്തുക്കണ്. അതിന്റെ കളർ മാറിക്കണ്. ഞാൻ എന്താ പറയാ നോക്കി മതിലുമ കയറേണ്ടി വരും. മോനോ കിട്ടൂല, നമ്മളെ കയ്യിൽ പിന്നെ തോട്ടിയല്ല. അപ്പോ പിന്നെ സപ്പോട്ട കാണിച്ചു കൊടുക്കും. സപ്പോട്ട ഒന്ന് കിട്ടട്ടെ, ഒന്ന് കാണണല്ലോ. ഇതോ നോമ്പ് നിങ്ങളത് തിന്നുപോയി. എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ് അതാ. ഇതിൻ്റെ മരം പൊട്ടിച്ചു നിങ്ങളെ ഹൈറ്റ് അതിന് മതിയാവൂലട്ടാ. നിങ്ങളെ ഹൈറ്റ് ആ ചക്കമ്മക്ക് എത്തണില്ല. ആ മരം പൊട്ടിച്ചു. ഇപ്പൊ മോനെ തന്നെ വിളിച്ചിട്ടുണ്ട്. മോനാ ഇവിടെ വാ. ആ മുള്ളഞ്ചക്കാർ തട്ടിക്കാ ഇതിമ കയറിക്കാണ്ട്. ഇപ്പത്തെ കേരിന് പൊത്തുക്കണാ. ഇനിയിപ്പോ അവിടെ വെച്ചാലിതാ കൊത്തും. പക്ഷെ വൈകാതെ പൊക്കും. നല്ല മൂത്തിലുണ്ട്. പഴുക്കുന്ന അതാ പറഞ്ഞേ. ഞാൻ ഇന്നലെ ഞാൻ ശ്രദ്ധിക്കൽ തുടങ്ങിയെന്ന് വെച്ചാ ഈ കളറായ ശ്രദ്ധിക്കണേ. നല്ല മൂപ്പ് വന്നിട്ടുണ്ട്. ഇന്നോ നാളെ പൊയ്ക്കും. കണ്ടില്ലേ? പഴുക്കും നല്ല പോക്കും. പോക്കും പോക്ക പീങ്ങ. അപ്പൊ പെട്ട വരി നന്നായി പോകും. അതെ
അപ്പം മലപ്പുറക്കാരൻ നമ്മളെ മുത്തിട്ടാ. മലപ്പുറക്കാരൻ നിസാറാക്കല്ല, മലപ്പുറമാണ് ഞാനും. മലപ്പുറം 1-1 മലപ്പുറമാണ്. മലപ്പുറം നല്ല ഇവരെപ്പാൻ്റെ ദേശം പാലക്കാടാണ്. ഇപ്പോൾ ഉമ്മ ഞങ്ങളെല്ലാം പാലക്കാട് ഡിസ്ട്രിക്റ്റാണ്. ഇവിടെ നമ്മൾ ജനിച്ച് വളർന്നിട്ടുള്ളത്. അപ്പം നമ്മൾ മലപ്പുറക്കാരനാണല്ലോ. മലപ്പുറം പൊന്നാണ്. അപ്പൊ പിന്നെ ഇതിമ നിറയെ സപ്പോർട്ട് ഉണ്ടാവട്ടെ. എനിക്ക് പണി കിളിയാളമായി കഴിയുമ്പോ കയറിയ സപ്പോർട്ട് ഇറക്കുക. പക്ഷെ ഇപ്പൊ ഫുള്ള് അറുത്ത് കഴിഞ്ഞു. ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ അറുത്ത് ഞാൻ പറഞ്ഞ പെരീക്ക് കൊണ്ടു കൊടുത്ത് ഇനിയിപ്പോ കഴിഞ്ഞ് ഇനി ആയിട്ട് വേണം ആണ്. പിന്നെ മാളുവിന്റെ മൈലാഞ്ചിന്റെ ഇവിടെ ചെരുപ്പൊന്ന് കാട്ടി. ഞാൻ എന്റെ ചെരുപ്പ് കേട്ടോ. ഞാൻ ഇപ്പൊ ഈ മെറ്റലിന് ഞാൻ ചെരുപ്പ് വരൂല. എന്റെ ശ്രദ്ധിക്കാതെ ഞാൻ ഇതാ ഒരു ചെടിന് ഞാൻ പൊടിച്ചാൽ പിന്നെ അതെന്റെ മൈലാഞ്ചി ഏത് ഈ സപ്പോർട്ടൻ്റെ കൂടെ ഞാൻ കൊടുന്ന് വെച്ച പേരക്കൻ്റെ മരാട്ടാ. ഇത് ഇതിൻ്റെ ചോട്ടായ കാരണം വലുതാവാതെ മറ്റേ ഗിന്നസ് പക്രൂല്ലേ ഓൻ്റെ അതേ വലുപ്പത്തിൽ നിൽക്കുകയാണ്. ഇത് കുഴിച്ചിട്ട് അന്ന് അതേ വലുപ്പമാണ്. എന്താ വെച്ചാൽ ഇതിൻ്റെ ചോട്ടായതുകൊണ്ട് ഓൾക്ക് പൊങ്ങാൻ പറ്റണില്ല. എന്താണ് അൽഹംദുലില്ലാ 100 വട്ടം പറഞ്ഞ. എന്താ വെച്ചാൽ ഞാൻ എന്നും സങ്കടപ്പെടാമോ ഇവിടെ കുഴിച്ചിട്ടോണ്ട് ഇത് ഉണ്ടാവണില്ലല്ലോ. എന്റെ മനസ്സിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഇവിടെ വന്നു നോക്കിയോണ്ട് കണ്ണ മൂപ്പുണ്ടേ കുഴിച്ചിട്ട് നല്ല മൂപ്പുണ്ട്. ആ ചെടീനെ മാറ്റിയാ പക്ഷേ സന്തോഷം ഒരു കുട്ടി ഉണ്ടായ സന്തോഷം. എന്താ വെച്ചാ ഞാൻ എപ്പോഴും ഇതിപ്പോ നമ്മളിങ്ങനെ എടുത്തെടുത്ത് കുഴിച്ചിട്ടാണ് മോനെ മാറിക്ക. ഇതുണ്ടായത് എടുത്തെടുത്ത് കുഴിച്ചിട്ട് തന്നെ ഇത്രയും വലുതാവും നമുക്കറിയില്ല. ഇത് അത്ര പൊട്ടന്മാരെയൊക്കെ കുഴിച്ചിട്ട് ഇങ്ങനെ കുഴിച്ചിടാൻ പാടില്ല. കുറച്ച് അങ്ങോട്ട് വെച്ചാൽ മതി. അതൊന്നും ശ്രദ്ധിച്ചില്ല. കണ്ടില്ലേ ഇതെങ്ങനെ വെച്ചാൽ ഒരു തേങ്ങന്റെ വലിപ്പം ഉണ്ടാവും. ഇത് ചെറുതായിട്ടാണ് കുട്ടി ഉണ്ടായത്. നല്ല വലുതായിട്ട് വരും. വലിയ പേരക്കല്ലേ വലിയ പേരക്ക. ആ പേരക്ക വലിയ വലിപ്പം. പക്ഷെ നമ്മളെ സാധാ നാടന്റെ ടേസ്റ്റ് ഇട്ടാവൂല. പിന്നെ ഞങ്ങളെ മാങ്ങ ഈ മാങ്ങൊക്കെ ഭയങ്കര കഥയുള്ള മാങ്ങയാണല്ലേ. കൊറേ പ്രാവശ്യം അവിടെ നിന്ന് പിന്നെ വിളിച്ചിട്ടല്ലേ അവിടെ നിന്ന് എടുത്തിട്ട് എങ്ങനെയൊക്കെയോ ആളിങ്ങനെ ആയി. അതിന്റെ ഈസ് ഉണങ്ങി. പിന്നെ ഇവള് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അതിന്റെ തോല് ചെത്തി മോതിരവളയം പേടിച്ച് കായ്ച്ചതാണ്. എല്ലായിടത്തും ഇല്ല. പൂവിട്ട് കുറച്ച് ഭാഗങ്ങളുള്ളൂ. കണ്ട കഴിഞ്ഞ പ്രാവശ്യം 3 ഉണ്ടായി. 3 ഇപ്രാവശ്യം അതിനേക്കാൾ ഉണ്ട്. അൽഹംദുലില്ലാ. ഇതിപ്പോൾ മാളുവിനെ പേടിച്ചുണ്ടായ മാങ്ങണ്ടല്ലേ. ഇത് അതിനെ പരീക്ഷിച്ച് മുളകാളിതാ. ആ മൂച്ച് ഇതേപോലെ ഒരിക്കലും ഉണ്ടാവും പ്രതീക്ഷിച്ചിട്ടില്ലേന്ന്. എന്താ വെച്ചാൽ ഒരു കല്ലിന്റെ അടിയിൽ കൂടി ഒരു അണ്ടി ഞങ്ങൾ കൂടി ഉടനെ മുളച്ച് വന്നേ. അത് നേരെ അങ്ങേപ്പുറത്ത് എടുത്ത് കുഴിച്ചിട്ട് തന്നെ. പിന്നെ വലിയതായി കൊറേ ആയി. ഇപ്പൊ എത്ര കൊല്ലായി എന്നറിയോ? 11 കൊല്ലായി. 10 കൊല്ലായി എങ്ങനെയല്ല മാങ്ങ കുഴിച്ചിട്ടിട്ട്. ഇപ്പോഴാണ് ഇന്നാണ് കായ്ക്കുന്നത്. അത് ഏത് സംഭവം വെച്ചാല് നീലമാങ്ങല്ലേ നമ്മളെ ഈ മാങ്ങ കഴിയുമല്ലോ. മാങ്ങാക്കാലം കഴിയുമ്പോ ലാസ്റ്റ് വരല്ലോ ഒരു മാങ്ങ മധുരക്കട്ടയിക്കാണ്ട് മടുക്കും. ആ മാങ്ങണത് ഭയങ്കര ടേസ്റ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ആ 3 ഉണ്ടായി നല്ല വലിപ്പം ഉണ്ടാവും ചെയ്യും. ഇക്കുറി കുറച്ചുണ്ട് ഇവിടെ കൊറേ ഉണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഇതിന് ചില ഭാഗങ്ങളുണ്ട് ഉണങ്ങൂല്ലേ. ഇതുണ്ടല്ലോ എങ്ങനെ ഉണങ്ങിയിട്ട് പിന്നെ കൊമ്പൊക്കെ ഒടിഞ്ഞു പോയാൽ അവിടെ വേറെ പുതിയതായിട്ട് വരും. ഇവിടൊക്കെ അതുപോലെ ഒരുപാട് ഉണങ്ങിപ്പോയി വീണ്ടും വന്നാണ്. അങ്ങനെ ഉടനെ ഇവിടെ നമ്മള് വെട്ടിച്ചേർക്ക ഒരു കടയിൽ നിന്ന് വാങ്ങിയതല്ലേ. അതെ വെട്ടിച്ചേർക്ക ഒരു ഗാർഡൻ വരുമ്പോ വാങ്ങിയതാണ്. മുതലായ്മ മുതലായി 100 രൂപേന്റെ തൈ കൊടുന്ന വെച്ചാണ് നല്ലത്. എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ആയതുകൊണ്ട് ഞാൻ വാങ്ങിയതാട്ടോ. അതെ നമ്മളെ റിലേഷൻക്കും അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള വീട്ടുകൾക്കും കൊടുക്കും. ഈ ഐസ് അങ്ങനൊക്കെ പറയുമ്പോ ചിക്കു മതി സപ്പോട്ട മതി. അതോ ചിക്കുവിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടേ കല്യാണം കഴിഞ്ഞ ഉടനെ നമ്മൾ ഞങ്ങളുണ്ടാകും കൂടിയും നിങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് പുറത്തേക്ക് പോകുമ്പോ എപ്പോ പോകുമ്പോൾ ആദ്യം പറിച്ചിട്ട് എന്താ അറിയോ ചിക്കുവിന്റെ ജ്യൂസ് മതി പറയും. അപ്പൊ അതുകൊണ്ടാണ് പഠിച്ചോ ചിക്കുട്ടാണ് മൂടിങ്ങനെ പോ. അങ്ങനെ അതെ. പക്ഷെ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മള് പൊട്ടിച്ചുകാണ്ട് കുടിക്കുമ്പോ ഒരു ഭയങ്കര സന്തോഷമല്ലോ. ഒരുപാട് ആള് തിന്നു. അതെ എല്ലാവർക്കും കൊടുത്തു.
നല്ല ചത്തുർക്കും ഉണ്ടാവുകയും ചെയ്യും. ഞാനാണ് കേറി ഇറക്കില്ല, ആ മേലായിട്ടും കേറും ചെയ്യും. നല്ല കുമ്പാളുണ്ടായതുകൊണ്ട് ആള് തന്നെ കൊരങ്ങ് പോകുമ്പോലെ പോവില്ല. ഇങ്ങക്ക് പറ്റൂല. ആ ശരിപ്പാ കേറിയതാരാ പിന്നെ? നിങ്ങൾ കേറൂലല്ലോ. ഞാൻ ഒടിഞ്ഞു പോകൂലേ മരം. ഞാൻ കേറിയിട്ട് പോകാത്ത എങ്ങനെ നിങ്ങളെ? ആ ശരി, ജിന്നകാട്ടും വെച്ചിട്ടുണ്ടല്ലോ. അല്ലല്ല, ഏഹ് അത് ഭയങ്കര സ്ട്രോങ് ആണ് ഈ മരം. ഒടിയിലാന്നോ? ആ ഇതിന്റെ മരം പെട്ടെന്ന് ഒടിയില്ല. ഇന്നേരൊക്കെ നല്ല സുഖാട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞാൽ ക്ഷീണം വരെ തുടങ്ങും. പുറത്തേക്കും പോകണ്ട, അകത്തും നിക്കാൻ പറ്റാത്ത അവസ്ഥ ആവും. എന്താ വെച്ചാൽ പൊരുവയിലാണ് ഞങ്ങൾ. എത്ര വെയിലൊന്നാലും ഇവിടെ ഒന്നും ഉണ്ടാവില്ല. നല്ല സുഖം ഇവിടെ. അത് ഇവിടെ നിക്കാനിതാ നല്ല. ഞങ്ങള് നോമ്പിനൊക്കെ ഇവിടെ ഇവിടെ വന്നിരിക്കും. അതെ, ഇവിടെ ഇട്ടാണ്ട് വൈകുന്നേരം നോമ്പർ നീന്റെ ഒക്കെ നമ്മക്കിങ്ങനെ ഇവിടെ ഇന്നലെ നോമ്പർ നിന്നില്ലേ? അപ്പൊ ഒരു പ്രാവശ്യം ഇവിടെ നോമ്പറക്കലാക്കണല്ലേ? നോക്കല്ല, ഇൻഷാല്ലാ. നമ്മളെ കട്ടിലുണ്ടായിരുന്നു. അല്ല ടേബിൾ ഉണ്ടല്ലോ ഇടാന് നമുക്ക്. അപ്പൊ എന്താണ് ഇവിടെ നിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളെ പേരിലും മുറ്റത്തിട്ടാ വേറെ എവിടെയും. അവിടെ നിങ്ങൾ കാണില്ലേ വെയില്? അവിടെ ഇവിടെ ഉള്ള വ്യത്യാസം കണ്ടില്ലേ? പക്ഷെ ഇവിടെ ശരിക്കും AC ഒക്കെ അവിടെ നിൽക്കൂട്ട. അജാതി തണുപ്പാണ്, അടിപൊളിയാണ്, ഒന്നും പറയില്ല. ഇവിടെ ഇങ്ങനെ ഞങ്ങളെ അയൽവാസിയുടെ നാമാക്ക് പറയും, അത് ഈ സപ്പോർട്ട് മരത്തിന് ചൂട്ടൊരു കസാല ഇട്ടാണ് ഇരുന്നാ മതി, നല്ല സുഖമായിട്ട് അല്ല ഒരു കയറി കിടക്കട്ടെ കിടന്നാ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാന്ന്. അതെ അതെ, ബാവാക്ക കേൾക്കണ്ടാവട്ടെ ബാവാക്ക. പിന്നെ ബാവക്ക് നല്ല ഇഷ്ടമാണ് ഈ സപ്പോർട്ട് മരം. കുരുവള്ളി ഒന്നുമില്ലല്ലേ? കുരുവുണ്ട്, ഇതാവണില്ല. ആദ്യം നോറ്റ് കുഴിച്ചിട്ടേ എന്താ അറിയോ കൊറേ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം ഇല്ല, കൊറേ ഇല്ല. ഇവിടെ അത് മുള്ളഞ്ചക്കത്ത ചെറുതുണ്ടാവണതാ. ഞാൻ കൊമ്പൊക്കെ ഈ താഴെന്നൊക്കെ കൊമ്പ് ഒടിച്ചിടണം. അതെ, എനിക്ക് വേണേ ആർക്കും തിന്നോട്ടേന്ന്. ആ വലിയ സംഭവം ആ വലിയ മുള്ളഞ്ചൊക്കെ കണ്ടില്ലേ? ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒന്ന് പോത്തിട്ടാ ആ ഇരുത്തത്തിൽ ഇരുന്ന് ഫുള്ള് ഇരുന്ന് കാലിയാക്കി. നിങ്ങള് ഏറ്റവും നല്ല പ്രതിരോധ ശക്തിയുള്ള സാധനമാണ്. അതിന്റെ ടേസ്റ്റ് ഇഷ്ടല്ല. ഫസ്റ്റ് ഒക്കെ തിന്നു, പിന്നെ പറ്റിയിട്ടില്ല. ഉപ്പേരി ഉണ്ടാക്കിയാലൊന്നും പറ്റൂല. ഞാനും മോനും തിന്നില്ല. മോനോ ഉപ്പേരി നിൽക്കില്ല, താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ കറിവേപ്പിൻ്റെ ഈ പറഞ്ഞ മാതിരി ഒരു വാശിയാണ്. ഞാൻ നന്നാവൂല. മാളുവിന്റെ മാതിരിയാണ്, ഞാൻ നന്നാവൂല എന്ന് പറയണേ. അടിച്ചുമ്പോ കൊറേ പ്രാണികളുണ്ട്. ഇത് എന്നും അങ്ങനെ തന്നെ. മഴക്കാലാകുമ്പോ ഒരു കുറച്ച് ഇല ഉണ്ടാവും, അതിന് അർത്ഥം ചെയ്യും. പിന്നെ ഫുള്ള് പ്രാണികളാണ്. നല്ല വെയിലാട്ടാ, അപ്പച്ച സമയമായി തുടങ്ങി. പിന്നെ ഇപ്പോ ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിയതല്ലേ? എവിടുന്ന? മണ്ണുത്തി. പത്തനമുല്ലൊക്കെ ഇന്നത്തെ കാലത്ത് അപൂർവം കാണുള്ളൂ കേട്ടോ. പക്ഷെ നമ്മളെ വീട്ടിലില്ല കേട്ടോ, കുറച്ചുള്ളൂ. ഇത് കുറച്ച് ആക്രി കൊണ്ടുപോകാൻ വേണ്ടി സാധനങ്ങൾ പഴയത് വെച്ചാട്ടാ, കൊണ്ടുപോയിട്ടില്ല. കുറേ ദിവസമായി വെച്ചിട്ട് കുറച്ചും കൂടി കൂടിയിട്ട് വാങ്ങിച്ചിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ നിങ്ങളെ കാണിച്ചതാണ്, കാണാത്തവർക്ക് വേണ്ടി കാണിക്കുകയാണ്. കടലാസ് പൂവുകളൊക്കെ കണ്ടില്ലേ? പിന്നെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് അനിയന് മീനിൻ്റെ കച്ചവടമാണ്. ഇതാണ് അനിയൻ്റെ വീട്. പിന്നെ അതിൻ്റെ വണ്ടി കാര്യങ്ങളൊക്കെയാണ് ഇത് നിൽക്കുന്നത്. ഇപ്പം മീനൊക്കെ എടുത്ത് വന്ന് ഫ്രഷ് നേരെ പോയിട്ട് ആൾ എടുക്കലാണ് ചാലിയത്തു നിന്നൊക്കെ. ഓക്കെ, ഇങ്ങനെ എടുക്കണം നോക്കിയാൽ. അപ്പം ഞങ്ങൾ ഇതേപോലെ ഇങ്ങനെ നീളം 15 സെൻറ്റ് 3 ഞങ്ങൾ ഏട്ടനും അനിയനും പിന്നെ ഞങ്ങളെ അയൽവാസി അങ്ങനെ വാങ്ങിയ സ്ഥലമാണ്. അപ്പം ഇതിന് ഞങ്ങൾ രണ്ടുകൂട്ടരും എവിടെ വെച്ച് അവർ പുറത്ത് അയൽവാസി. അങ്ങനെ അതുകൊണ്ടാണ് ഈ വീട് ഇങ്ങനെ. അപ്പോൾ ഇവിടെ താമസിക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. അതുപോലെ തന്നെ നല്ല കാലാകാലം വെള്ളമുള്ള സ്ഥലമാണ്. ഇപ്പോൾ 15 സെൻറ്റാണ്. അതാ ഇതിൻ്റെ സൈഡിൽ കൂടി ഇതങ്ങനെ അങ്ങോട്ട് റോഡാണ്. ഈ 3 വീട്ടിലും ഇതുണ്ടല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഇങ്ങോട്ട് വരിക. പിന്നെ ഈ കാണുന്ന സ്ലാബ് ഈ സ്ലാബ് ഇവിടെ കുഴൽക്കിണറാണ്. എന്നിട്ട് നമ്മൾ മൂടിയിട്ട് ഇങ്ങനെ അടിയിൽ കൂടി നമുക്ക് സ്ഥലമൊക്കെ കുറവായതാണ് അങ്ങനെ കൊണ്ടുപോയതാണ്. മോനോ ആ ടാങ്കിലെ വെള്ളം, ഇതിൻ്റെ വാഷിംഗ് മെഷീനിൽ വെള്ളം പൊട്ടിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ റോഡാണ് അങ്ങോട്ട്, അത്രേ ഉള്ളൂ ആ ലാസ്റ്റ് വരെ. പിന്നെ ഇതിങ്ങനെ നമ്മളെ സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓട്ടോറിക്ഷൻ്റെ ഇവിടെ ഒരു അതിര് കാണുന്നത് ഇവിടെ നിന്നാണ് അനിയൻ്റെ, കണ്ടില്ല. പിന്നെ അവിടെ കാണുന്നത് 3ാമത്തെ വീട്. ഈ ടോട്ടലി 15 സെൻറ്റ് സ്ഥലം. അതെ, ഇത് 4.5 സെൻറ്റ് നമ്മളെ സ്ഥലം. വീടൊക്കെ ഫുള്ള് ഉള്ളിലൊന്നും ഫുൾ ക്ലിയർ ആക്കിയിട്ടില്ല, നോമ്പൊക്കെ അല്ലേ ശരിയാക്കി വരുന്നുള്ളൂ. മടക്കിച്ചിട്ടില്ല. അപ്പൊ നമ്മളെ നേരെ കയറി കഴിഞ്ഞാൽ ഹോൾ പെയിന്റിങ് ചെയ്തിട്ട് കുറെ ആയിട്ടുണ്ട്, കുറച്ച് വൃത്തികേടൊക്കെ ഉണ്ട്. ഇതൊരു റൂമാണ്, കണ്ടില്ലേ? ഇതാണ് മോനോൻ്റെ ഒക്കെ റൂം. പോനോ കുട്ടിമോനെ എല്ലാവർക്കും കൂടി റൂമാട്ടോ. ആകെ 2 റൂമല്ലേ ഉള്ളൂ. പിന്നെ ഈ റൂമിലാണ് ഞങ്ങൾ കിടക്കല് അല്ലേ, ഇവിടെ കിടക്കല്. പിന്നെ
ഇത് ഞങ്ങള് കടുത്ത ഇപ്പൊ വീശിലുള്ളതാണ്. ഇത് മടക്കി ആ ഇത് ഞാൻ മസ്കറ്റ് ഒമാനിൽ ജോലി ചെയ്തിന്ന് അന്ന് അവിടുന്ന് കൊണ്ടുവന്നാണ്. 10 വർഷം ജോലി ചെയ്ത് ഇതൊക്കെ ഉള്ള സമ്പാദ്യം വേറെ ഒന്നുമില്ല. ഇതൊന്നും വിരിച്ചു കിടക്കുമ്പോ സന്തോഷത്തിൽ കിടക്കുക. ഒമാനിൽ പണിയെടുക്കുക. പിന്നെ ആ ഡെനിങ്ങാളിൽ കാണുന്ന TV അതെ അതൊക്കെയാണ് സമ്പാദ്യം. പ്രവാസികൾക്ക് അതൊക്കെ മെയിൻ കാര്യമായിട്ട് വീടൊക്കെ നാട്ടിൽ വന്നതിന് ശേഷം ഉണ്ടാക്കിയതാണ്. എല്ലാരും കൂടി സഹായിച്ചിട്ടും കൂടിയില്ലേ. അതെ എല്ലാം സഹായിച്ചു. ഒരുപാട് ആള് സഹായിച്ചു. ഞങ്ങള് വീട്ടില് താമസിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ആൾക്കാരെ കടപ്പാടുണ്ടതില് സഹായം ഉണ്ട്. ഞങ്ങള് താമസിക്കുന്ന കൂലി അവർക്ക് കിട്ടും. നമ്മൾ ശരിക്കും പറഞ്ഞാല് വീട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്ഥലമൊക്കെ വാങ്ങി തന്നെ പിന്നെ ഇവിടെ സ്വർണം കാര്യങ്ങളൊക്കെ വിറ്റ് ആ രീതിയിലാണ് നമ്മൾ വാടകയ്ക്കൊക്കെ നിന്നാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് അതിന്റെ ശേഷം ആളുകളെ സഹായം അതുപോലെ തന്നെ കുറച്ച് ഈ പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടി അങ്ങനെയൊക്കെ വീട് വെച്ച് ഫുൾ പണി കഴിയാതെ കയറി ഇരുന്നതിന് ശേഷം ബാക്കി പണികളൊക്കെ നമ്മൾ പണിയെടുത്ത് കണ്ട് തീർത്തതാണ്. അതെ പല രീതിയിലും ഏതായാലും പിന്നെ അതിന്റെ കടത്തിന്റെ ഭാഗമായാണ് പിന്നെ ആധാരം പണയത്തിലൊക്കെ ആയി അങ്ങനെയൊക്കെ ഏതായാലും ആളുടെ വിഷയം അതൊന്നും എടുത്ത് കിട്ടണം. അതാണ് ഇപ്പൊ ആകെയുള്ള ശ്രമം. അതിനാണ് ഇൻഷാ അല്ലാ ഏറ്റവും വലിയ ആഗ്രഹം എന്താ വെച്ചാൽ ആധാരം ഒന്നും എടുത്തിട്ട് നമ്മള് ഫ്രീ ആയി. അതെ വേറെള്ളൊക്കെ ഓക്കെ. പിന്നെ ഇത് ഞങ്ങളുടെ റൂമ്, 2 റൂമ്, ഒരു ഡൈനിങ് ഹാള്, ഒരു അടുക്കള. ഇതിങ്ങനെ കോണി റൂം മേലെ ഒന്നുമില്ല. ഒരു വിശാലമായ റൂം ഉണ്ട് അവിടെ ഫുള്ള് നമ്മളെ. അതെ ആധാരം എടുത്തിട്ട് വേണം. ആധാരം എടുത്തിട്ട് വേണം. ഇങ്ങനൊക്കെ ആയില്ല അൽഹംദുലില്ലാ. അപ്പൊ അവിടെ ആസ്വദിച്ചാണ് മേലെ ഇട്ടിട്ടില്ല കേട്ടോ കോണി റൂമിന്. പിന്നെ പെയിന്റിങ് ഞാൻ പറഞ്ഞ ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് ഓല് പിടിച്ചിട്ടൊക്കെ വേഗം വൃത്തിയേടായിട്ടുണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ TV. അത് കുട്ടികൾ കളിക്കാണ്. നല്ല അടിപൊളിയായിട്ട് പെയിന്റ് അടിച്ചത്. അധികമായിട്ടില്ല, 2 വർഷമായിട്ടുള്ളൂ പെയിന്റ് അടിച്ചിട്ട്. ഫുൾ അലമ്പാക്കി. കൊറോണ സമയത്ത് ഞാൻ പറഞ്ഞ പൊന്നൂന് 25 വയസ്സായിട്ട് എന്നിട്ട് പെയിന്റ് അടിച്ചാന്ന്. പക്ഷെ ഫുൾ വരയാണ്. എഴുത്തും കളറും ചിത്രം വരച്ചു കാണ്ടും കളറും ഇതൊക്കെ മുഴുവൻ വരച്ചുണ്ടാക്കി കണ്ടില്ലേ. അപ്പോ പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാ പറഞ്ഞില്ലേ 2 ബെഡ്റൂം ഇങ്ങനെ സിറ്റ് ഔട്ട് ഹാൾ. ഇവിടെ ബെഡ്റൂം 2 ബെഡ്റൂം. പിന്നെ ഇങ്ങനെ പോന്ന ഇവിടെ ഒരു കോമൺ ബാത്റൂം. ഇതാണ് നമുക്ക് അകത്തേക്ക് വെച്ചിട്ടുള്ള ആകെയുള്ള ബാത്റൂം. ഇതാണ് എന്താന്ന് വെച്ചാല് പിന്നെ അടുക്കള. പിന്നെ അടുക്കള എപ്പോഴും കാണുന്ന വീഡിയോയിലൊക്കെ ഇതാണ് അടുക്കള. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ മനോഹരമായ സുന്ദരമായ കൊട്ടാരം. നമ്മളെ കൊച്ചു കൊട്ടാരം ഇതാണ്. അൽഹംദുലില്ലാ. ഫ്രിഡ്ജൊക്കെ ഇവിടെ ഇട്ടിട്ടുള്ളത്. ഫ്രിഡ്ജൊക്കെ ഒറ്റ മുഷിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ കുട്ടികൾ എപ്പോഴും കളിച്ചിട്ട് കുട്ടികൾ ഇതിന് തുറക്കടക്ക അതന്നെ പണിയല്ലേ. പ്രത്യേകിച്ച് ഈ വരുന്ന വഴിയിലായതുകൊണ്ടേ ബാത്റൂമാണ്. ഇതുണ്ടല്ലേ ഇവിടെ ബാത്റൂമാണ്. അപ്പൊ 2 ബാത്റൂം, ഒന്ന് പുറത്തേക്കും ഉള്ളിലൊന്ന് കോമൺ ആയിട്ട് എല്ലായിടത്തും കൂടി ഒരു ബാത്റൂമും. ഇതാ വാഷിംഗ് മെഷീൻ ഇവിടെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന സ്ഥലം ഇവിടെ വിറക് കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെ വെച്ച് തോരടല്. വിറക് ഇങ്ങനെ ഇതൊക്കെ കൂടി ഇങ്ങനെ ഒപ്പിച്ചു പോണ് ഉണ്ടാവും ഇൻഷാ അല്ലാ. എല്ലാരും പ്രാർത്ഥിക്കൊണ്ടിട്ടാ. എന്തിനാ എനിക്ക് വിറകുണ്ടാവാനേ. വിറകല്ല, എല്ലാം ശരിയായി ആധാരൊക്കെ എടുത്ത് നല്ല നിലയിലെത്താനേ. അൽഹംദുലില്ലാ. ഒന്നും വേണ്ട സമ്പാദ്യങ്ങളും കടന്നില്ലാതെ മരിച്ചാൽ മതി. ജീവിച്ച് മരിക്കണം. ഭയങ്കര ഒരു സങ്കടപ്പെട്ട സംഭവമാണ്. പ്രത്യേകിച്ച് ഈ കടം തന്നെ ആൾക്കാർക്ക് ആർക്കും കൊടുക്കാൻ ചേട്ടാ. ബാങ്കിന്റെ കടാണ്. അത് തന്നെ ഈ പലിശയാണല്ലോ. പിന്നെ ഇവര് ഹോൾഡ് ആയില്ല അതേപോലെ അതിന്റെ വിഷയം വേറെ. അത് ഭയങ്കര ടെൻഷന്. അപ്പൊ ഇന്ന് ഇതൊക്കെ കാണിച്ചിരുന്നില്ല. ഇന്നത്തെ തഞ്ഞിപ്പോ കുറച്ച് നോമ്പറക്കാനൊക്കെ ഉണ്ടാക്കാണ്ട് കുളിക്കാണ്ട്. അതെ. അപ്പോ നല്ല ബുദ്ധി കൊടുക്കട്ടെ കുട്ടികൾക്കൊന്നും. നമ്മൾ തമാശക്ക് പോലും ആ രീതിയിൽ സംസാരിക്കരുത് എന്നാണ്. അപ്പൊ കുട്ടിമോൻ വന്നിട്ടുണ്ട്. പൊന്നാ ചൂലെന്തിനാണ് ആ ഇവിടുന്നമ്മ എന്താണ് അത് തേങ്ങ എവിടുന്ന് നിങ്ങള്? അതെന്താ അതിരിപ്പെട്ടിയില് ഇമ്മാക്ക് പിന്നെ ചക്കക്കൂട്ടാൻ കിട്ടിയാ മതി, വേറൊന്നും വേണ്ട. അത് കിട്ടിയ വേറൊന്നും ആ വെന്തയൊക്കെ കൂട്ടാനമ്മ. വർഷാപ്പ് തരാണ് ചക്കക്കൂട്ടൻ ബന്ധം ഇന്നലെ ബാക്കിയുള്ളതാ. ആ ഇടിഞ്ചക്കൻ്റെ ആണ് കടിക്കാൻ. അപ്പൊ നമ്മളെ അടുത്ത വീട്ടിൽ പോയി ഉമ്മാക്ക് അവിടെ നിന്ന് ഉമ്മാക്ക് അങ്ങനെ ചക്ക എന്ന ജീവനാണ്. കാരണം ഒന്നും വേണ്ട, ഞമ്മക്ക് പിലാവ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും കിട്ടിയിട്ട് വേണം.
അപ്പൊ ഉമ്മക്ക് കിട്ടിയ വളരെ സന്തോഷത്തിൽ വന്ന ഒരു 10 ലക്ഷം റുപ്യ ലോട്ടറി അടിച്ച ഫീൽ ഉണ്ട് തോന്നുന്നു അല്ലേ? അത് തുറക്കണ്ട മാവ് നോമ്പ് പറയും അത് തുറന്ന നോമ്പ് പറയും മണത്ത നോമ്പ് പറയും തൂമിച്ചാ പടച്ചോനെ കുട്ടിമാല വെള്ളറക്കണേ ഇന്നലെ കൂട്ടിയിട്ട് ബാക്കിയതാണല്ലോ അപ്പൊ ചേക്കുമ്പോ തന്നതാ. അവിടുന്നാണ് ചേക്കുതാത്തവിടുന്ന ആ ബീരാണ്ടിയോട് ചക്ക ഉണ്ടെങ്കിൽ കൊണ്ടുവരുന്നത് പറയാൻ പോയതാ. ബീരാണ്ടിയോട് പോയിട്ടില്ല ചേക്കുമ്പോർക്ക് ഇന്നലെ ആൾക്ക് തീരെ ഛർദിക്കലും. അപ്പൊ വയ്യായിരുന്നല്ല ഗ്യാസുള്ള മാരൊക്കെ ചക്ക ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചക്ക കഴിച്ചിട്ടുള്ള കളിയുള്ളൂ വേറെ എന്നാലും കേൾക്കൂല പിന്നെയും പോവാള്. അതെ ഓക്കെ. അപ്പൊ ഉമ്മ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ഇപ്പൊ വന്നാണ്. അപ്പൊ അടുത്ത അയൽവാസിയോടൊക്കെ പോയി നോമ്പൊക്കെ കറങ്ങി തിരിഞ്ഞ് വന്നാണ് ചക്കൊക്കെ കിട്ടി പോന്ന്. അതെ. അപ്പൊ നമ്മളൊരു വണ്ടി വർക്ക്ഷോപ്പിലുണ്ടായിരുന്നു. അതിന്റെ ചെറിയ മെക്കാനിക്കൊക്കെ ചെയ്ത് കണ്ട ആള് വരികയാണ്. ആൾക്ക് മെക്കാനിക് പരമായിട്ട് ഭയങ്കര താല്പര്യമാണ്. എനിക്ക് അതിന് പഠിക്കണം. മെക്കാനിക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ ഒക്കെ പഠിക്കണം അല്ലേ? താല്പര്യമില്ലാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ ആള് നമ്മളെ വണ്ടി ചെറിയ പണിയായിട്ട് വർക്ക്ഷോപ്പിലാണ്. അപ്പൊ പണിക്ക് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് ഓനക്ക് നന്നാക്കാൻ നോമ്പായിട്ട് പണിക്കാര് വെയിലും കൊണ്ട് എടുക്കണിയാണ്. അപ്പൊ ഇവ എന്ത് ചെയ്ത് ഞാൻ പോയി അയച്ചോളാം പറഞ്ഞാണ്ട് പോയതാണ്. കണ്ടില്ല കോലം നേരം വെളുത്തപ്പോ തുടങ്ങിക്കണ് എനിക്ക് വണ്ടി അയച്ചാൻ പോണം എന്ന് പറഞ്ഞാണ്ട് ഇതാ കാണിച്ചു കൊടുക്കി കയ്യൊക്കെ കുറച്ചും കൂടി ഉണ്ട്. ശരിക്കൊരു വർക്ക്ഷോപ്പ് പണിക്കാരനായിട്ടാ കാലൊക്കെ കണ്ടില്ലേ? വിഷ്ണു നീനാ രണ്ടാളോ വെച്ചാ ധന്യ പറഞ്ഞോളെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ അതിന് എന്തെങ്കിലും ചായ കടി കൊടുക്കണ്ടേ? പിന്നെ അതിന് നോമ്പാണോ നിൽക്കും ജിഷ്ണു നോമ്പ് വലിക്കണേ? നോമ്പ് വലിക്കല്ല ആ ചെക്കനാ നോൽക്കുന്നുണ്ട്. ജിഷ്ണു എന്ന് പറഞ്ഞാൽ കുട്ടിമാന്റെ ഫ്രണ്ടാണ്. ആള് പൊതുവെ എല്ലിനും നല്ലൊരു മതമൈത്രിന്റെ ആളാണ്. അപ്പൊ നോമ്പൊക്കെ നോൽക്കും. അതുപോലെ വൈകുന്നേരത്തിന് നോമ്പ് ഇല്ലെങ്കിലും നോമ്പിന്റെ ഒരു ഫീൽ ആയി. വീട്ടില് പൊരിക്കടി സമൂസ എല്ലാം വേണം. ഒരു നോമ്പുകാല ഫീലാണ് അവര് വീട്ടില്. വൈകുന്നേരം പൊരിക്കടി അവരെല്ലാരെ പോലെ നോമ്പ് തുറക്കുക. അങ്ങനെ അമ്മ പറയും നിങ്ങളെ വീട്ടിലത്തെ പോലെ തന്നെ ഞങ്ങളോട് എല്ലാ സാധനം വൈകുന്നേരമായാല് ഒക്കെ വേണമെന്ന് പറയും. പത്തിരിയൊക്കെ ഉണ്ടാക്കൂല ഒക്കെ ഉണ്ടാക്കൂ ഉണ്ടാക്കിച്ചു അല്ലേ? അതാണ് നമ്മളെ മലപ്പുറം. അപ്പൊ 2-3 ദിവസം മുന്നേ വർക്ക്ഷോപ്പ് പോയിട്ടേ ഇപ്പൊ ഇപ്പം പോയിട്ട് ഇവനെ ജിഷ്ണുവിനെ വിളിച്ചിട്ടുണ്ടാ അജ്ജ് സമൂസ തിരക്ക് അജ്ജും കണ്ട് പോയി എന്നെ കൊണ്ട് പറ്റൂല ഓനക്ക് അറിയുള്ളൂ. അല്ല ജിഷ്ണുവിന് ഇവര് രണ്ടാളും കൂടി വർക്ക്ഷോപ്പിലാണ്. അപ്പൊ അമ്മ വിളിക്കാണല്ലോ അങ്ങോട്ട് പേരേക്ക് ചെല്ലാന് കേട്ടോ. ഞാൻ എങ്ങനെ കൈമെന്ന് അർത്ഥം മുളഞ്ചൊക്കെ നമ്മളീ ഇത് പോത്ത് ഇമ്മക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തിന്നാ എനിക്കും ഉമ്മാക്കൊക്കെ മടുത്താണ്. എനിക്കും വയറുവേനാവും തിന്നാല്. ഇത് എന്താ ചെയ്യണേ? ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ എന്നേ മാഷാ അല്ലാഹ് എനിക്കില്ലല്ലോ ബട്ടർ ചിക്കൻ എന്ന്. ഞാൻ പോവില്ലേ ബട്ടർ ചിക്കൻ ഇന്ന് തന്നെ തെരഞ്ഞെടുത്തല്ലോ. അത് ഇന്നാക്കിയപ്പോ ബട്ടർ ചിക്കനുള്ള ചേരുവകളിൽ അരച്ചെടുക്കുന്നു. അതെ. ബട്ടർ ചിക്കൻ വേറെന്താ ഉള്ളത്? അങ്ങനെ ബട്ടർ ചിക്കനും പൊറാട്ടയും. ഓ അല്ല ഞാൻ കടി ഉണ്ടാക്കാൻ എനിക്ക് പൊറാട്ട വലിയത്. അപ്പൊ കുട്ടികൾക്ക് പൊറാട്ട തന്നെ വേണം. അതിന് പൊറാട്ട ആക്കില്ലേ? ഏതായാലും നടക്കട്ടെ. ഏതായാലും നമുക്ക് യോഗമില്ല. വരുന്ന വല്ല ക്യാപ്പ് ഉണ്ടാവില്ലേ? പരിപാടിക്ക് പോവല്ലേ? ഇന്ന് ശരിക്കും ഞാൻ ഇന്നും ഉണ്ടാക്കണ്ട വിചാരിച്ചേനെ. ഞാൻ എല്ലാ ഐഡിയക്ക് ഇവരെ കുട്ടിമോനും മോനോനൊക്കെ ഭഗവാന്റെ കൂടെ തട്ടി വിടണം വിചാരിച്ചതേന്ന്. പക്ഷെ നടന്നില്ല. ഓൾക്ക് പോകണ്ടല്ലോ. ഓൾക്ക് ഇവിടെ തന്നെ നോമ്പ് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ പൊയ്ക്കൂടെ നല്ല നോമ്പ് തുറയാണ് വലിയ പരിപാടിയാണ് പൊയ്ക്കൂടെയായിരുന്നു. എന്നാ പിന്നെ നമുക്ക് എന്തേലും തട്ടിക്കൂട്ടി പണി കുറഞ്ഞിട്ടില്ല. പണി കുറയൊന്നുമില്ല. പണിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ പിന്നെ എന്താണ് കുട്ടിമോൻ പറഞ്ഞത് ഞാൻ പോണില്ല ഞാൻ ഇവിടെ നിന്ന് നോമ്പ് തുറക്കണമായിരുന്നു. അപ്പം ഞാൻ പ്ലിങ്ങായി. അപ്പം ചിക്കനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? ഇന്ന് ഈ ചിക്കൻ കറി ഇപ്പോൾ ഞാൻ പറയും ബട്ടർ ചിക്കൻ ഉണ്ടാക്കാന്ന്. അപ്പം ഞാൻ ഇങ്ങനെ കടി എന്താണെന്ന് ഉണ്ടാക്കേണ്ടി ചോദിച്ചപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കാൻ. അപ്പോൾ അത് പറ്റൂല, ദോശ പറ്റൂല, ഒന്നും പറ്റൂല. അപ്പോൾ മോന് പറഞ്ഞു എനിക്ക് പൊറാട്ട വേണമെന്ന്. അപ്പം ഏതായാലും ബാവ പൊറാട്ട കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഭാവമില്ലാത്ത നോമ്പ്. അതെ ഈ മോന് പറഞ്ഞാൽ എല്ലാം നോമ്പ് എടുത്തിട്ടുണ്ട് ആള്. കാരണം ആള് 11. അപ്പൊ ആൾക്ക് നോമ്പ് ഒരു ഉച്ച ഉണ്ടായാലും ഇന്ന് ഇത് ഉണ്ടാക്കണട്ടാ, ഇന്ന് ഇന്ന സാധനം ഉണ്ടാക്കണട്ടാ. എല്ലാം ഒന്നും ഉണ്ടാക്കൂല, എന്നാലും ഓൻ പറയല്ലോ ഇന്ന സാധനം വേണട്ടാന്ന്. അപ്പൊ അതിക്കുള്ള സാധനങ്ങൾ അരച്ചുണ്ടാക്കുന്ന ബട്ടർ ചിക്കനിലുള്ള. അപ്പൊ നമ്മളെ എന്താ പറയാ കടുങ്ങാത്തുള്ളിലുള്ള ഒരു കൽപ്പക ഹോട്ടല്, ആ ഹോട്ടലിൽ പോയി കൊണ്ടൊരു ബട്ടർ ചിക്കൻ വാങ്ങിക്കൊണ്ട് ഞങ്ങളൊരു ദിവസം വാങ്ങി. എന്തോ ഒരു ടേസ്റ്റ് അല്ലേ, വെറും ടേസ്റ്റാണ്.
അതിന് ശേഷം തുടങ്ങിയതാണ് ഈ ബട്ടർ ചിക്കനോടുള്ള ഇഷ്ടം. അതിന് മുന്നേ ഞങ്ങൾ കഴിച്ചിട്ടില്ല കേട്ടാ. കൂടുതൽ അങ്ങനെ ഫാസ്റ്റ് ഫുഡ് ഒന്നും വാങ്ങി കഴിക്കലില്ല. ഞാൻ ഒന്നും തിന്നു വാങ്ങി കഴിക്കില്ല. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ വാങ്ങി. അപ്പൊ എന്താണ് അതിന്റെ ശേഷം പെരും ടേസ്റ്റ്. എപ്പോഴും പോയി വാങ്ങാൻ പറ്റൂല. 600 ചില ഉറുപ്പിയാണ് ഒരു ഫുഡിനില്ലേ. 660 എന്തുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഉണ്ടാക്കി നോക്കാം. അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും അതിന്റെ അടുത്ത് കൂടെ ഒക്കെ പോകും. അപ്പൊ അതിന്റെ അരപ്പ് റെഡിയാക്കാണ്. അതന്നെ ഉള്ളു കാര്യമായിട്ട് പണിട്ടാ. ഈ ഒരു ചിക്കൻ ഉണ്ടാക്കാനുണ്ട്. ചായ വല്ലാതെ കുടിക്കൊന്നുമില്ല. എന്നാലും ലേശം ചായയും ഒക്കെ കുറച്ച് ജ്യൂസും ഉണ്ടാക്കാം. വത്തക്കേന്റെ കൊടുന്ന് വെച്ചിട്ട് അതന്നെ കാര്യമായിട്ട് പണിയുള്ളൂ. ഓറഞ്ചിന്റെ ജ്യൂസും. അപ്പൊ ഒറ്റാള് റെഡി ആയി മാറ്റി കുട്ടപ്പന ഇങ്ങനെ നിക്കണട്ടാ. കുട്ടപ്പനാകാനൊന്നുമില്ല, ഒരു ഷർട്ട് മാറ്റി കുളിച്ച് വന്നാൽ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളെ സ്വന്തം നമ്മുടെ ചങ്കുകളാണ്, നമ്മളെ ചെക്കന്മാരാണ് ഇവിടെ നമ്മളെ പുറകിലുള്ള. അപ്പൊ ക്ലബിന്റെ കീഴിലുള്ള ഒരു സമൂഹ നോമ്പ് തുറണ്ട്. അപ്പൊ അവര് രാവിലെ ഒന്നും ഇതുണ്ടായിട്ടില്ല. പിന്നെയാണ് ക്ഷണിച്ച മുസ്തഫാക്ക നിങ്ങള് നിർബന്ധമായിട്ടും വരണം. ഞാൻ മുങ്ങാളെ പരിപാടി ഞാൻ അറിഞ്ഞിങ്ങനെ ഇതുപോലെ സ്റ്റാറ്റസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ വീട്ടിലിരുന്ന് നമ്മളെ നോമ്പ് തുറക്കിന്റെ ഫീൽ ആൾക്ക് പുറത്തു പോയി നോമ്പ് തുറക്കണം വലിയ താല്പര്യമില്ല. അപ്പൊ മുസ്തഫാക്ക നിങ്ങൾ എങ്ങനെയാലും വരണം എന്ന് പറഞ്ഞാണ്ട് വീണ്ടും വിളിച്ച്. അപ്പൊ പിന്നെ പോകാതിരിക്കാൻ പറ്റാത്ത ചെക്കന്മാരാണ്. അപ്പൊ എന്തായാലും ഞാൻ അങ്ങോട്ട് പോവാണ്. ഇനി ഇവരെ കൂടെയാണ് ഇവിടെ നോമ്പ് തുറക്കുന്ന കുട്ടികളും കൂടി അല്ലേ. അപ്പൊ ഞങ്ങളെ നോമ്പ് തുറയണെന്ന് ഉണ്ടാവില്ലാതെ ഒരു രസം ഉണ്ടാവില്ല. നോമ്പർക്കിന്റെ ഇടയില് അവരുണ്ടാവുമ്പോ ഭയങ്കര രസമാണ്. ആ കൊണ്ടക്കലുന്നതിനെ ഞാൻ ഒന്നും ചെയ്യലില്ല. അപ്പൊ നല്ല രസമാണ്. പോയി മാളും ഇവിടെ വന്നിരിക്കാനാണ്, പോയി ഇരിക്കലാണ്. ഇപ്പൊ ഇത് നമ്മൾ തന്നെ ചെയ്യണ്ടേ. അതാണ് നിങ്ങളാണെന്നൊന്നുമില്ല. അപ്പൊ കുട്ടികളൊക്കെ അവിടെ മേലെ കളിക്കുന്നുണ്ട്, ടെറസിന്റെ മേലെ. കുട്ടിമോ ഉറങ്ങാണ്. അപ്പൊ നിങ്ങള് പോയിക്കോളിട്ടാ. അപ്പൊ ഞാൻ പോണേ. ഇപ്പൊ എന്റെ പേണ്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ നോമ്പെടുക്കണമെന്നും കാണിക്കാൻ പറ്റുമോ കാണിക്കും. എന്റെ ഫോണില് ഇത്ര ഈ ഫോണിന്റെ ക്ലിയർ കിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ഞാൻ കാണിക്കാൻ പറ്റുമോ നോക്കാം അല്ലേ. അപ്പൊ ഇൻഷാ അല്ലാ നിങ്ങൾ വെക്കോളി. അവിടെ ബിരിയാണിയാണ്, രസം ബിരിയാണി. അപ്പൊ ഞങ്ങള് ചായ എടുക്കണേ. ഇന്നത്തെ ഫുഡ് എന്താണ്? എന്താ പറഞ്ഞേ? ബട്ടർ ചിക്കൻ എങ്ങനെയുണ്ട്? അടിപൊളി അല്ല കാര്യം പറയേ. കടയിൽ നിന്ന് വാങ്ങണ അടിപൊളി പൊന്നോ. കടയിൽ നിന്ന് വാങ്ങിക്കണ്ടാ? നമുക്ക് ഇഷ്ടമായില്ലല്ലോ. നമുക്ക് പുതിയ ആളുണ്ട് കേട്ടാ. ഓള് നല്ല ഇഷ്ടമായിക്കണത് കറിയൊക്കെ. തിന്നോ. കറി വെച്ചോ മോട്ടിയാ? ഇന്നെന്താ കറി? അവക്കറിയില്ല. ഉമ്മ ഉണ്ടാക്കി തരാൻ പറയൂടാ. പറഞ്ഞെടുത്താ എങ്ങനെയുണ്ടെന്ന്, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ഓളെ കറി വെച്ചപ്പോഴത്തേനും പറഞ്ഞു കറി എന്ത് രസാണ്. എൻ്റെ അഭിപ്രായം എന്താ? രസം ഉണ്ടെന്നുള്ളൂ. എൻ്റെ തിന്നൽ കഴിഞ്ഞാട്ടാ. ഫസ്റ്റ് ഒന്നും എന്താ പറയാ ആകെ ക്ഷീണിച്ചുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ എന്താണ് ഞാൻ എളുപ്പം തിന്ന് നീച്ച് ഭയങ്കര ക്ഷീണം. ആ കൊടുത്ത കുട്ടിക്ക് ചായ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ബത്തക്ക ഒന്നും തിന്നിട്ടില്ല. മറ്റേ ഇപ്പയാണ് ബത്തക്ക എന്നാണ്. ഞാനും ഇതൊക്കെ ഒരു മിസ്സിങ്. ഇതാണ് ചായപ്രേമി. മധുരം ഇട്ടിക്കണടാ. മോട്ടി ചായ കുടിച്ചോ? കുടിച്ചൂല? വെള്ളം കുടിച്ചാ? കുപ്പി എടുത്തോണ്ട് ഇവനും ചായ അടിക്കും, ഇവനും ചായ അടിക്കും. എല്ലാവരും ബത്തക്ക ഫസ്റ്റ് അല്ല ഇന്നലെ. ഞങ്ങൾ ബത്തക്ക ലാസ്റ്റ് തിന്നണം. അതിൽ മോട്ടിയാ ഒരാളതാ പഞ്ചസാര ഇട്ട് കളിച്ചണ്. എന്തായാലും ഇന്നലെ പെട്ടെന്ന് കഴിഞ്ഞ്. എന്താ വെച്ചാല് വെള്ളം മുട്ടിപ്പോൾ തന്നെ വയറ് നിറഞ്ഞ്. പിന്നെ കടി എളുപ്പം തിന്നു കഴിഞ്ഞ്. അപ്പൊ ബാവ നോമ്പറക്കലിന് പോയി. അപ്പൊ ഇതൊക്കെ ഒരു ഇപ്പില്ലാത്ത കഞ്ഞി കുടിച്ചതിനകത്തെ ഒരു ഫീല്, ഒരു രസമില്ല. മധുരണ്ട്. അപ്പൊ ഒരു ഉഷാറില്ല. വീഡിയോ എടുക്കാനോ സംസാരിക്കാനോ ഇത് വിഷമം കഴിക്കാനോ ഒന്നും ഒരു ഉഷാറില്ല. എന്താ വെച്ചാൽ ഇത്രയും ദിവസം നമുക്ക് എല്ലാവരും കൂടി നല്ല രസത്തിൽ ചിരിച്ച് കളിച്ച് കാണാണ്ട് നോമ്പറക്കണല്ലോ. അപ്പൊ ഒരാളുടെ പോയപ്പോ എന്തൊക്കെയൊരു പൊറുതിയേട് ഉണ്ട്. പൊന്നു മധുരം ഉണ്ട്, നല്ല മധുരമാണ് ഈ പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ നോമ്പത്തിന് അതുകൊണ്ട് കഴിഞ്ഞ് വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ തോന്നുന്നുണ്ട്.